Only cowards rule by fear. ഭീരുക്കൾ മാത്രമാണ് ഭയം കൊണ്ട് ഭരിക്കുന്നത്. A leader who does not have the courage to hear criticism, a leader who does not have the courage to allow people to express themselves freely, a leader who is scared of his opponents is a coward. ഒരു നേതാവ് അദ്ദേഹം സ്വന്തം ജനങ്ങളുടെ വിമർശനങ്ങൾ കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ, ആ ജനങ്ങൾ അവർ സ്വതന്ത്രമായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ അദ്ദേഹം ഭയത്തിന്റെ ഭീരുത്വത്തിന്റെ പിടിയിലാണ്. And unfortunately, the Chief Minister of Kerala is a coward, and the Prime Minister of India is a coward. ദൗർഭാഗ്യവശാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ഭീരുവാണ്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഒരു ഭീരുവാണ്. Our Prime Minister does not have the courage to open his mouth when thousands and thousands of children are being killed in Palestine. നമ്മുടെ പ്രധാനമന്ത്രിക്ക് പാലസ്തീനിൽ ആയിരക്കണക്കിന് കുട്ടികൾ കൊല ചെയ്യപ്പെടുമ്പോൾ വാ തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യമില്ല. He goes to Israel 2-3 days before the war to bow down to the Israelis and to accept medals from them. അദ്ദേഹം ഈ ഇസ്രായേൽ യുദ്ധം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് ഇസ്രായേലിൽ പോയി ഇസ്രായേലിന്റെ നേതൃത്വത്തിന് മുൻപിൽ നമ്രശിരസ്കനായി നിൽക്കുകയായിരുന്നു. He is so scared of his name being in the Epstein files and of his friend Adani being prosecuted in America that he goes and signs a trade deal with America in which he compromises all the hard-working farmers of this country. അദ്ദേഹത്തിന്റെ പേര് എപ്സ്റ്റീൻ ഫയൽ, ലൈംഗിക ചൂഷണത്തിന്റെ പേരിലുള്ള എപ്സ്റ്റീൻ ഫയലിൽ നരേന്ദ്രമോദിയുടെ പേരുണ്ട് എന്നുള്ളതിന് അദ്ദേഹത്തിന്റെ ഭയമാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തായ അദാനിക്കെതിരെ അമേരിക്കയിൽ ഇന്ന് കേസുകൾ നടക്കുന്നു എന്നുള്ള ഭയമാണ്. അതുകൊണ്ട് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ ഇന്ത്യയുടെ വ്യാപാര കരാർ നമ്മുടെ കർഷകരെ ഉൾപ്പെടെ അവരോട് മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ താല്പര്യങ്ങൾ ബലികഴിക്കുന്ന കരാറിൽ ഇന്ന് ഏർപ്പെട്ടിരിക്കുന്നു. The farmers of India who work day and night, who toil with their sweat and blood to feed this country will now have to compete with huge mechanized farms in the US with all the resources in the world. While the US will put tariffs on our goods, we are going to take their goods tax free. നമ്മുടെ കർഷകർ ഈ രാജ്യത്തെ കർഷക നിലങ്ങളിൽ ചോരയും നീരും ഉയർത്തുന്ന നമ്മുടെ കർഷകർ, കഠിന പ്രയത്നം നടത്തുന്ന കർഷകർ ഇന്ന് അമേരിക്കയുമായി ഉണ്ടാക്കിയിരിക്കുന്ന വ്യാപാര കരാറിന്റെ പേരിൽ അമേരിക്കയിലെ യന്ത്രവർക്കിതമായ കർഷകരോട് അല്ലെങ്കിൽ വലിയ സംവിധാനങ്ങളുള്ള കർഷകരോട് മത്സരിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ മേടിക്കാൻ നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. Our Prime Minister signed a deal in which India now has to buy 9 lakh crores worth of goods from America. For what? To protect him. നമ്മുടെ രാജ്യം ഇന്ന് നരേന്ദ്രമോദി ഇന്ന് അമേരിക്കയുമായിട്ട് ഉണ്ടാക്കിയ വ്യാപാര കരാറിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ നിന്ന് 9 ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങാൻ നിർബന്ധിതരായിരിക്കുകയാണ്. എന്തിനു വേണ്ടി? അദ്ദേഹത്തിന്റെ ഭയത്തിന് നമ്മൾ കൊടുക്കുന്ന വിലയാണോ അത്? Why should millions of the people of India who work hard to earn a living, who make honest livings, be paying from their pockets to save one man's skin? എന്തിനു വേണ്ടിയിട്ടാണ് ദശലക്ഷക്കണക്കിനായ മനുഷ്യർ അവർ കഠിന പ്രയത്നം ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ ഒരു മനുഷ്യന്റെ ഭയത്തിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ട അവസ്ഥയിലെത്തിക്കുന്നത്? All of you know that at every step of governance in Kerala there is corruption. All of you have to face it daily. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിന്റെ ഭരണത്തിൽ എല്ലാ ഘട്ടത്തിലും നടക്കുന്ന പ്രവർത്തനങ്ങളിൽ അഴിമതിയുടെ നിഴലുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. The whole of Kerala knows how contracts are given by this government. ഈ കേരളത്തിലെ എല്ലാവർക്കും അറിയാം, ഇന്ന് ഈ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ കരാറുകൾ എങ്ങനെയാണ് കൊടുക്കപ്പെടുന്നത് എന്നറിയാം. And I am sorry to say that every child in Kerala knows that the Chief Minister has become a corrupt man. എനിക്ക് പറയുന്നതിന് വിഷമമുണ്ട്, പക്ഷെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്ക് പോലും അറിയാം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു അഴിമതിക്കാരനാണ് എന്ന് തീർച്ചയായും അറിയാം. And every child knows that he is a compromised man. അതുപോലെ തന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം ഇന്ന് അദ്ദേഹം കീഴ്പ്പെട്ടുപോയ പരാജിതനായ ഒരു മനുഷ്യനാണ് എന്നറിയാം. And every sister and brother knows
that he has made a deal with the BJP. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും കൃത്യമായ ബോധ്യമുണ്ട്, കേരളത്തിലെ മുഖ്യമന്ത്രി ബിജെപിയുമായി ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു. The LDF and the BJP are corrupt corporate parties. നമ്മുടെ LDF-ഉം അതുപോലെ തന്നെ ബിജെപിയും അഴിമതിക്കാരായ കുത്തകവൽകൃതമായിട്ടുള്ള പാർട്ടികളാണ്. I would go as far as saying that even their ideologies don't matter to them anymore. All that matters is self-protection. All that matters is staying in power at all costs. ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു, അവർക്ക് ഇന്ന് അവരുടെ ആശയങ്ങൾ പോലും ഒരു പ്രശ്നമല്ലാതെയായി മാറിയിരിക്കുന്നു. അവർക്കാകെ ആവശ്യം അധികാരത്തിൽ നിലനിൽക്കാൻ അഴിമതിക്ക് വേണ്ടി എങ്ങനെയും അധികാരത്തിലേക്ക് കടിച്ചു തൂങ്ങുക എന്ന് മാത്രമായി മാറിയിരിക്കുന്നു. So now you tell me, you brave people of Wayanad, do you want to be led by cowards? അതുകൊണ്ട് നിങ്ങൾ എന്നോട് പറയുക, ഈ വയനാടിലെ ഏറ്റവും കരുത്തരായ ധൈര്യശാലികളായ ജനങ്ങൾ പറയുക, നിങ്ങളെ ഒരു ഭീരു നയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? Or has the time come now to bring about change in Kerala? കേരളത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള അവസരമാണ് എത്തിയിരിക്കുന്നത്. Every time I come here, I am amazed by your state. ഞാൻ എല്ലാ പ്രാവശ്യവും ഇവിടെ വരുമ്പോ നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ കഴിവുകൾ കണ്ട് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. I am amazed at the natural beauty, the great potential for tourism, for farming, for vegetables, for spices, for coffee, for tea. ഞാൻ ഇവിടെ വരുമ്പോഴെല്ലാം നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ സാധ്യതകൾ കാണുന്നു. നമ്മുടെ കർഷക രംഗം, സുഗന്ധവ്യഞ്ജനം, നമ്മുടെ തേയില, അതുപോലെ തന്നെ കോഫി, എല്ലാത്തിന്റെയും അവസരങ്ങൾ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. The richness of your cultures, your traditions, and most beautiful of all, the way you live in harmony, Hindus, Muslims, Christians, shining like an example for the whole nation to see, even at this time of difficulty and strife. നിങ്ങളുടെ സമ്പന്നമായ പൈതൃകം, നിങ്ങളുടെ സമ്പന്നമായ സംസ്കാരം, ആ സംസ്കാരങ്ങളെല്ലാം നിങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷതയാണ്. അതുപോലെ തന്നെ മതത്തിനപ്പുറം എല്ലാ വിഭാഗങ്ങൾക്കും അപ്പുറം സമാധാനത്തോടുകൂടി ഒരുമിച്ച് ജീവിക്കുന്ന ഈ കാലഘടി കെട്ടകാലത്തിൽ പോലും അത് ഒരു വലിയ തിളങ്ങുന്ന ഉദാഹരണമായി രാജ്യത്തിന് മുമ്പിൽ നിൽക്കുകയാണ്.